A cup of coffee cools from 90 degrees Celsius to 80 degrees Celsius in T minutes when the room temperature is 20 degrees Celsius. The time taken by a similar cup of coffee to cool from 80 degrees Celsius to 60 degrees Celsius at room temperature same at 20 degrees Celsius is. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ദിസ് ഇസ് എ ക്വസ്റ്റ്യൻ ഫ്രം thermal properties of matter. And ഇത് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് വെച്ചാൽ നമുക്ക് വരും വി നോ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് T1 minus T2 divided by T equal to K into T1 plus T2 divided by 2 minus T0. ഇതാണ് ഇക്വേഷൻ. സോ ഫ്രം ദിസ് ഇക്വേഷൻ വി ഷുഡ് ഈ ഇക്വേഷൻ വെച്ചിട്ട് ആണ് നമ്മൾ ഈ ആൻസർ സോൾവ് ചെയ്യേണ്ടത്. ഓക്കെ അപ്പം നമുക്ക് കൊടുക്കാം. ആദ്യത്തേത് 90 മിനിറ്റ്സിൽ 90 മൈനസ് 80 ബൈ ടി ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു 90 പ്ലസ് 80 by 2 minus 20. ഇതേ ഒരു സ്റ്റെപ്പ്. This is divided by the other one. 80 minus 60 divided by t dash. T വരുന്നില്ലേ t dash. K into 80 plus 60 divided by 2 മൈനസ് 20 ഈക്വൽ ടു ഇതാണ് ഇത്. നമുക്ക് കെയും ക്യാൻസൽ ചെയ്തു. ഓക്കെ, ഇനി 90 മൈനസ് 80 പറഞ്ഞാൽ 10, 80 മൈനസ് 60 പറഞ്ഞാൽ 20. അങ്ങനെ ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടുമെന്ന് വെച്ചാൽ ടി ഡാഷ് ബൈ 2t ഈക്വൽ ടു 65 by 60, 50. മനസ്സിലായോ? ഇത് ലെറ്റ് മീ ഇറേസ് ഇറ്റ്. ഓക്കെ, 50. ഓർ ഫൈനലി നമുക്ക് എങ്ങനെ എഴുതാം? ടി ഡാഷ് ഇസ് ഈക്വൽ ടു 13 by 5 into t. ഇതാണ് ആൻസർ. സോ ആൻസർ ഇസ് ഓപ്ഷൻ 2. സോ എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് എന്നുള്ള ഇക്വേഷൻ T1 മൈനസ് T2 ഡിവൈഡഡ് ബൈ T ഈക്വൽ ടു K ഇൻറ്റു T1 പ്ലസ് T2 ബൈ 2 മൈനസ് T0. ഈ ഇക്വേഷനിലോട്ട് നമ്മൾ ജസ്റ്റ് ഈ വാല്യൂസിനൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുള്ളൂ. ആൻഡ് ഇറ്റ് ഈസ് ദാറ്റ് മച്ച് ഈസി. സോ താങ്ക് യു.